ഹലോ ഹായ്, ഞാനിന്ന് ചെമ്മീനും ഉരുളക്കിഴങ്ങും മുളക് കറി വെക്കണം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചവർ മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഇതെങ്ങനെയാണ് വെക്കണമെന്നുള്ളത്. വളരെ സിമ്പിളാണ് വെക്കാനായിട്ട്. ഒരു വലിയ തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു സവാളൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് ചെമ്മീനുള്ളത് കൊണ്ടിട്ടാണ്. പിന്നെ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ കറി തന്നെ നമുക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അരിഞ്ഞ് വെച്ചേക്കണ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സവാള ഇട്ട ഉടനെ തന്നെ തക്കാളി ഇടുന്ന എന്താണ്, സവാള വഴന്ന് വരും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കട്ടെ കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് വലുതായിട്ട് വാടിയൊന്നും വേണ്ട, കുറച്ചൊന്ന് വാടിയാൽ മതി. ഒന്ന് വാടി വരട്ടെ. ഇത് വാടിയിട്ടുണ്ട്, ഉണ്ടോ? ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ടോ? ഒരുപാടൊന്നും ഇട്ട് നമുക്ക് ചില കറികൾക്ക് ഒരുപാടൊന്നും ഇട്ട് വാട്ടരുത്. സവാളയൊന്നും കുറച്ച് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 കിലോ ചെമ്മീനുള്ളൂ കേട്ടോ. 1/4 കിലോ ചെമ്മീനത്തിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞേക്കണം. ഒരു പകുതി സവാള മതി. ചെറിയ സവാള ആണെങ്കിലും പകുതി മതി. ഒരു 3-4 ഉള്ളി ഞാൻ കാണിച്ചില്ല, അത്രയൊക്കെ മതി. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ചെമ്മീനും ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. ഉരുളക്കിഴങ്ങ് വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതുവരെ ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വേഗണ ടൈം മതി. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് കഴിക്കാം. നമ്മുടെ കറി എന്തായെന്ന് നോക്കട്ടെ കേട്ടോ. ഉണ്ടോ? എണ്ണയൊക്കെ തെളിഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചായിരുന്നു. ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. കണ്ടോ? നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടച്ച് വെച്ചിട്ട് കണ്ടാ, ഉരുളക്കിഴങ്ങും ചെമ്മീനും മുളക് ചാറും ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉരുളക്കിഴങ്ങും ചെമ്മീനും ചേനയും ചെമ്മീനൊക്കെ വറുത്തരച്ചല്ലേ വെക്കണത്. ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ വെക്കും. ഇനി ഉണക്കച്ചെമ്മീനും ഉരുളക്കിഴങ്ങും തേങ്ങയും മുളക് വെക്കണ കറിയുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്ക് മീനൊക്കെ കൂട്ടി മടക്കുമ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ വെക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം വെക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.